വെൽക്കം ബ്രിൻ ടു ദി എൻസോ എന്ന ചാനലിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ഇക്കിഗൈ എന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്താണ്. നിങ്ങൾ സെൽഫ് ഹെൽപ്പ്, സൈക്കോളജി, ഫിലോസഫി ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കോ. എന്താണ് ഇക്കിഗൈ? ഇക്കിഗൈ എന്നത് ഒരു ജാപ്പനീസ് കൺസെപ്റ്റാണ്. ജാപ്പനീസ് കൺസെപ്റ്റ്സ് ആയിട്ടുള്ള കൈസൻ, വാബിസാബി ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇക്കിഗൈയിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഒരു കാരണം, എ റീസൺ ഫോർ ബീയിങ്, അതാണ് ഇക്കിഗൈയുടെ അർത്ഥം. അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നത് മനസ്സിലാക്കാനുള്ള ഒരു ജാപ്പനീസ് കൺസെപ്റ്റാണ് ഈ ഇക്കിഗൈ. ഇതിന് 4 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കേണ്ടിരിക്കും. 1, എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? 2, എന്ത് കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിടുക്കുള്ളത്? 3, ഈ ലോകത്തിന് എന്താണ് ആവശ്യം? 4, ഇതിലെങ്ങനെയാണ് എനിക്ക് പണം സമ്പാദിക്കാൻ കഴിയുന്നത്? ഈ 4 ചോദ്യങ്ങളുടെ ഉത്തരം ഒന്ന് ചേരുന്ന ആ പോയിന്റിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം ഇരിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് ഇരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം വെച്ച് പറഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇഷ്ടം മീൻ പിടിക്കാനാണെന്നിരിക്കുക, ഫിഷിംഗ്. പക്ഷെ നിങ്ങൾക്ക് കഴിവുള്ളത് ചിത്രരചന. ഇപ്പോൾ ലോകത്ത് ആർട്ടിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ആർട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് നല്ല ഡിമാൻഡ് ഉണ്ടെന്നിരിക്കുക. അതുവരെ നിങ്ങൾക്ക് പണം നേടാനും പറ്റും. പക്ഷെ നിങ്ങളുടെ ഇഷ്ടം, ഈ ഇഷ്ടത്തിനാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നത്. ആ പാഷന് പുറകെ പോയി നിങ്ങൾ ഇതേ കൂട്ട് ഒരു മീൻ തട്ടിടുകയാണ്. എനിക്കിഷ്ടം മീൻപിടുത്തമാണ്, അതുകൊണ്ട് ഞാൻ മീൻ തട്ടിടുക. പക്ഷെ ലോകത്ത് ഇപ്പോൾ ആവശ്യം ഉള്ളത് ആർട്ട് ടീച്ചർ. നിങ്ങൾക്കതിൽ കഴിവുണ്ട്, മിടുക്കുണ്ടെന്ന്. പക്ഷെ നിങ്ങൾ അതിനെ വകവെക്കാതെ നിങ്ങൾ മീൻ തട്ടിട്ടിട്ട് മീനിന് ഇപ്പം ഡിമാൻഡും ഇല്ലാന്ന് വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ ഉള്ള കഴിവിന് നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺ സമ്പാദിക്കാൻ പറ്റില്ല. അതുവഴി പണം ഉണ്ടായില്ലെങ്കിൽ, അത് നമ്മൾ ബിസിനസ് ആക്കുമ്പോൾ പതിയെ നമ്മൾ നമ്മുടെ പാഷനെ തന്നെ വെറുത്തു തുടങ്ങും. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നുന്നുണ്ടാവും, ഞാൻ പട്ടിണി നടന്നാലും സാരമില്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത്. ശരിയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ കാര്യത്തിനും നമുക്ക് പണം വേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ നിങ്ങൾ പണം സമ്പാദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ കഴിയും. ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഒരു പെയിന്റർ, അയാൾ എണീക്കുന്നതും അതെ ഇന്ന് എനിക്ക് നല്ലൊരു പെയിന്റ്, അല്ലെങ്കിൽ അയാളുടെ ഒരു ക്രിയേറ്റീവ് സൈഡ് കാണിക്കുക എന്നുള്ള ആഗ്രഹത്തോടെ സന്തോഷത്തോടെ ആയിരിക്കും. അതേസമയം ഒരു ടയർ കട നടത്തുന്നവൻ രാവിലെ എഴുന്നിട്ട് യെസ് എനിക്കിന്നതാ പുതിയ ടയർ മാറ്റും, അങ്ങനെ ഒരിക്കലും ഒരു ടയറുകാരന് എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നില്ല. പക്ഷേ അത് അയാൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വർക്ക് ചെയ്യാൻ സമയം കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇക്കിഗൈ കണ്ടുപിടിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങളുടെ ഇക്കിഗൈയിൽ ആദ്യത്തെ ചോദ്യം എന്താണ് എനിക്കിഷ്ടമുള്ളത്? അപ്പോൾ ഇനി ഒരു പേപ്പർ എടുത്തിട്ട് അവിടെ എഴുതുക, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്തെല്ലാം. 1 or 10 കാര്യങ്ങൾ നിങ്ങൾ നിരത്തി എഴുതുക. എന്ത് ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്? എനിക്കത് ചെയ്യുമ്പോൾ എൻ്റെ സമയം അങ്ങോട്ട് പോകുന്നത് ഞാൻ അറിയുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ പാർട്ടിക്ക് പോകുന്നു, കൂട്ടുകാരായിട്ട് കറങ്ങാൻ പോകുന്നു, അതല്ല, ക്രിയേറ്റീവായിട്ട് നിങ്ങളായിട്ട് എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്? നമ്മളുടെ പ്ലഷർ അല്ല നമ്മളിപ്പോൾ നോക്കുന്നത്, പർപ്പസാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെ? ചിലപ്പോൾ ചിത്രരചന ആയിരിക്കാം, ചിലപ്പോൾ ഗാർഡനിങ് ആയിരിക്കാം, ചിലപ്പം മറ്റെന്തെങ്കിലും ആയിരിക്കാം. എന്ത് തന്നെയായാലും അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ഇനി 2ാമത്തെ സ്റ്റെപ്പ്, ഇത് വേണമെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം എടുത്ത് ചെയ്താലും മതി കേട്ടോ. അതായത് ഇന്ന് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുന്നു, നാളെ ഈ 2ാമത്തെ സ്റ്റെപ്പ് ചെയ്ത് നോക്കുന്നു, അങ്ങനെ സമയം എടുത്താലും മതി. കാരണം നമ്മൾ കണ്ടുപിടിക്കുന്ന നമ്മുടെ പർപ്പസാണ്. ചിലപ്പം അത് നമ്മൾ വിചാരിച്ച കൂടുതൽ സമയം എടുത്തെന്ന് വരാം. ഡോണ്ട് വറി. ഓക്കെ. അപ്പൊ 2ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്തിലാണ് നിങ്ങൾ കൂടുതലും മിടുക്കുള്ളത്? നിങ്ങൾക്ക് എന്തിലാണ് മിടുക്കുള്ളതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്തിനാണ് നിങ്ങളെ ആളുകൾ ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് ചെയ്യുന്നത്? ഒരു കോംപ്ലിമെന്റ് പോലും ലഭിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ ലീഡർഷിപ്പിലായിരിക്കാം, ചിലപ്പം നന്നായി പടം വരയ്ക്കുന്നു എന്നായിരിക്കും. ഇതുകൊണ്ട് എന്ത് കാര്യം തന്നെയായിരുന്നാലും അത് നോട്ട് ചെയ്ത് വെക്കുക. എവിടെയാണ് നിങ്ങൾക്ക് മിടുക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളൂ, എല്ലാം എഴുതിയെടുക്കുക. ടേക്ക് എ ഡേ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട 3ാമത്തെ, ഇപ്പം നമുക്കറിയാം എന്തൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ളത്, എന്തിലാണ് നമുക്ക് മിടുക്കുള്ളത്. ഇനി 3ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ വേൾഡ് നീഡ്? ലോകത്തിൽ എന്താണ് ആവശ്യം? നിങ്ങൾ ഈ ലോകത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഈ സ്കിൽസ് ഈ ലോകത്തിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കാം? അതിലേക്ക് ഇനി ഫോക്കസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ഈ ലോകത്ത് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക്
കൂടുതൽ എളുപ്പം നോട്ട് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്നും നിങ്ങൾക്ക് എന്തിലാണ് കഴിവുള്ളതെന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി അതിനെ ബേസ് ചെയ്തുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കിയെടുക്കാനും വളരെയധികം എളുപ്പമായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചിത്രരചന അറിയാവുന്ന ആളാണ്, അത് നിങ്ങളുടെ മിടുക്കാണെന്ന് മനസ്സിലാക്കിയ ഇതേ കൂട്ട ഒരു ആർട്ട് ടീച്ചറിന്റെ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്യും. ഇനി 4ാമത്തെ ചോദ്യം, എവിടെ നിന്നാണ് പണം നേടേണ്ടത്? ഇത് ടോട്ടലി പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ തന്നെ ഇനി നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ എവിടെയാണ് ഏത് അവസരത്തിന് കൈ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാൻ കഴിയും. ഈ 4 കാര്യങ്ങളുടെയും കൂടെ സഹായത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇക്കിഗൈ കണ്ടുപിടിക്കാൻ പറ്റും, യുവർ പർപ്പസ് ഓഫ് ലൈഫ്. ഇനി നിങ്ങൾ എടുക്കുന്ന ജോലി നിങ്ങൾക്ക് ജോലിയായി തോന്നില്ല. കാരണം നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ മിടുക്കും കൂടെ ചേർന്ന് നിങ്ങൾ അതിനെ മോണറ്റൈസ് ചെയ്യാനും കൂടെ മനസ്സിലാക്കിയുള്ള ജോലിയും കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇക്കിഗൈ എന്നത് ഒരു ഡെസ്റ്റിനേഷൻ അല്ല, ഇറ്റ്സ് എ ജേർണി. നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മളുടെ ചിന്തകളും ഇഷ്ടങ്ങളും എല്ലാം മാറി മറിയാം. അപ്പോൾ അതനുസരിച്ച് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ ഇതേ ചോദ്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം എല്ലാ ദിവസവും ഇതേ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. എന്താണ് എനിക്കിഷ്ടം? എന്തിലാണ് എനിക്ക് മിടുക്ക്? ലോകത്തിൽ എന്താണ് ആവശ്യം? അതിനെ എനിക്ക് എങ്ങനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും? ഈ ചോദ്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങളോട് തന്നെ ചോദിക്കുക. അങ്ങനെ എല്ലാ ദിവസവും നിങ്ങളുടെ ഇഷ്ടത്തിനെ തന്നെ നിങ്ങളുടെ ഇൻകമായി മാറ്റാൻ കഴിയുമ്പോൾ യു വിൽ ബി വെരി ഹാപ്പി. അപ്പം നമ്മുടെ വീഡിയോയുടെ എൻഡിങ്ങിലേക്ക് നമ്മൾ എത്തുവാണ്. ആ സമയത്ത് എനിക്ക് നിങ്ങളോട് ഒരേ ഒരു ചോദ്യം ചോദിക്കാനുള്ളൂ. നിങ്ങളുടെ പർപ്പസ് കണ്ടുപിടിച്ച് ലൈഫ് മുന്നോട്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? റെഡി ആണെങ്കിൽ ലെറ്റ്സ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങളുടെ ഇക്കിഗൈ കണ്ടുപിടിക്കുക, കീപ് ലിവിങ് യുവർ ലൈഫ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ടിന് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ വീഡിയോസിനുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഓഫ് കോഴ്സ്. പിന്നെ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള തോട്ട്സോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്,